أعوذ بالله من الشيطان الرجيم. ولا يحزنك الذين يسارعون في الكفر إنهم لن يضروا الله شيئا يريد الله ألا يجعل لهم حظا في الآخرة ولهم عذاب عظيم. إن الذين اشتروا الكفر بالإيمان لن يضروا الله شيئا ولهم عذاب أليم. ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم إنما نملي لهم ليزدادوا إثما ولهم عذاب مهين. ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. صدق الله العلي العظيم. നാം സൂറത്ത് ആലി ഇമ്രാൻ 175 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ആഴ്ച വിവരിച്ചത്. തുടർന്ന് വലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫ്ർ, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ ആളുകൾ സത്യനിഷേധത്തിൻ്റെയും കൃതജ്ഞതയുടെയും വിഷയത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല. ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ, അവർ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് സാധ്യമല്ല. യുരീദുല്ലാഹു അല്ലാ യജഅല ലഹും ഹദ്ദൻ ഫിൽ ആഖിറ വലഹും അദാബുൻ അളീം. അവർക്ക് അല്ലാഹു തആല അവരുടെ കുഫ്രിലും അവരുടെ അധർമ്മത്തിലും ഇങ്ങനെ നിഗളിച്ചുകൊണ്ട് ജീവിക്കാൻ അവസരം നൽകിയിട്ടുള്ളത് അവർക്ക് പാരത്രിക ലോകത്ത് യാതൊരു വിഹിതവും നൽകാതിരിക്കാൻ വേണ്ടിയാകുന്നു. നാളെ പാരത്രിക ലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയാണ് ഉള്ളത്. അപ്പൊ അവരുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹു തആല അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി നാളെ പാരത്രിക ലോകത്ത് അവർക്ക് യാതൊരു രക്ഷയും ലഭിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ അധർമ്മ മാർഗത്തിൽ അവരെ ഇങ്ങനെ വിട്ടേച്ചിരിക്കുകയാണ്. ഇന്നല്ലദീന ഇശ്തറവുൽ കുഫ്ര ബിൽ ഈമാനി, ഇനി ഈ ആളുകളുടെ കൂട്ടത്തിൽ ഈമാനിന്റെ പകരം കുഫ്രിനെ വിലക്ക് വാങ്ങിയ ആളുകളുണ്ടല്ലോ, മുനാഫിക്കുകളാണ് ഇവിടെ ഉദ്ദേശം. മുനാഫിക്കുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളാണെന്ന വ്യാജേന ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഈമാനിന്റെ പകരം കുഫ്ർ കൈക്കൊണ്ടുകൊണ്ടാണ്, ഹൃദയത്തിൽ കുഫ്റാണ് അവർക്കുള്ളത്.
അവർ ഇസ്ലാമിക സമൂഹത്തെ വഞ്ചിക്കാനും മുസ്ലിം സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുടെ ആ മുസ്ലിങ്ങളാണ് എന്ന് മേനി നടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും എന്നാൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ലഭിക്കാനും വേണ്ടിയാണ് അവർ ഈ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത്. അവർ ഈമാനിന് പകരം കുഫ്ർ വിലക്ക് വാങ്ങിയിരിക്കുന്നു. ലൻ യദുറുല്ലാഹ ഷൈഅ, അവരും അല്ലാഹു തആലക്ക് ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അവർ അല്ലാഹുവിനെയല്ല ദ്രോഹിക്കുന്നത്. വലഹും അദാബുൻ അലീം, അവരുടെ ഈ കാപ്പട്യം നിമിത്തം വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. വലാ യഹ്സബന്ന അല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറൻ ലിഅൻഫുസിഹിം, ഈ സത്യനിഷേധികളായ ആളുകൾ അല്ലാഹു തആല ഇങ്ങനെ തുറന്നു വിട്ടിട്ടുള്ളത്, അവരെ കൈയയച്ച് വിട്ടിട്ടുള്ളത് അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് അവർ ധരിക്കേണ്ടതില്ല. എക്കാലത്തേക്കും ഫിറ്റായ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രസ്താവനയാകുന്നു ഇത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല, എക്കാലത്തും സത്യനിഷേധികളായ ആളുകൾ അല്ലാഹു തആല അവരുടെ അധർമ്മത്തിൽ ഇങ്ങനെ തുറന്നു വിടും. അവർക്ക് ധാരാളം അവസരം കൊടുക്കും. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, പാപിയെ പന പോലെ വളർത്തും. പക്ഷെ അതവരെ ഗുണത്തിന് വേണ്ടിയല്ല. അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം, അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അവരെ ഇങ്ങനെ കയറൂരി വിട്ടിട്ടുള്ളത് എന്ന് അവർ ധരിക്കേണ്ടതില്ല. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ, അവരെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുള്ളത് പാപങ്ങൾക്കുമേൽ പാപങ്ങൾ ചെയ്തുകൊണ്ട് അതിങ്ങനെ കുമിഞ്ഞുകൂടാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ഈ ആനുകാലിക സംഭവത്തിൽ കാലത്ത് നമ്മുടെ ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ, അന്തർദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ വമ്പിച്ച തെമ്മാടിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ക്രൂരമായ കൃത്യങ്ങൾ നിർബാധം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവര്, അവരെ അല്ലാഹു തആല ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് തോന്നിയാസങ്ങൾ പ്രവർത്തിക്കാൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതെന്താണ് അല്ലാഹു തആല ഈ തെമ്മാടികളെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇവിടെ അല്ലാഹു തആല പറയുന്നത്, ഒരിക്കലും വലാ യഹ്സബന്ന അല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം, അത് അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് അവർ ധരിക്കേണ്ടതില്ല. നമ്മളും ധരിക്കണ്ട അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന്. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ, അവർ എത്രത്തോളം തെമ്മാടിത്തങ്ങൾ പ്രവർത്തിക്കുമോ അത്രത്തോളം തെമ്മാടിത്തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. അല്ലാഹു തആല അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവരെ തുറന്നു വിട്ടിട്ടുള്ളത്. എന്നിട്ടോ വലഹും അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷ അല്ലാഹു തആല അവർക്ക് നൽകും. അപ്പൊ അവരുടെ ശിക്ഷയുടെ മേൽ ശിക്ഷ, പാപങ്ങൾക്കുമേൽ പാപം കുമിഞ്ഞുകൂടാൻ വേണ്ടി, അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇങ്ങനെ തുറന്നു വിട്ടിട്ടുള്ളത് ഒരു നിശ്ചിത കാലം വരെ. ഇനി മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ അവരെ വിട്ടേക്കുമെന്ന് ധരിക്കേണ്ടതില്ല. ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്, അവരുടെ കൂട്ടത്തിൽ മുനാഫിഖുകൾ അവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ആരാണ് തങ്ങളുടെ കൂട്ടത്തിൽ ഈ മുനാഫിഖുകൾ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. ഇന്നും നമ്മൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹത്തിൽ പോലും 30% മുനാഫിഖുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 1000 പേർ ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ 300ഓളം പേർ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖ് നേതാവിന്റെ നേതൃത്വത്തിൽ തിരിച്ചുപോയി. അവർക്ക് ആദ്യം തന്നെ പുറപ്പെടാതിരുന്നാൽ മതി. പക്ഷെ പുറപ്പെട്ട ശേഷം വഴിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് യഥാർത്ഥ സത്യവിശ്വാസികളെ കൂടി ചഞ്ചലരാക്കാൻ വേണ്ടിയും അവരെ കൂടി അള്ളാഹുവിന്റെ ജിഹാദിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയുമാണ്.
ആ ദുരുദ്ദേശത്തോടു കൂടിയാണ് അവർ പുറപ്പെട്ടിട്ട് പിന്നീട് തിരിച്ചു പോകുന്നത്. അപ്പൊ ഈ 30% മുനാഫിക്കുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും സാധാരണ മുസ്ലിങ്ങൾക്ക് ആരാണ് മുനാഫിക്കുകൾ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ പ്രമുഖരായ ക്രാന്തദർശികളായ സ്വഹാബികൾക്കൊക്കെ അവരെ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മുനാഫിക്കുകൾക്കെതിരെ പ്രത്യക്ഷമായ സമീപനങ്ങൾ, നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അധിക മുസ്ലിങ്ങളുടെയും ദൃഷ്ടിയിൽ അവർ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ്. അപ്പൊ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മുനാഫികളെ തിരിച്ചറിഞ്ഞാൽ പോലും അത് പുറത്ത് കാണിക്കാറുണ്ടായിരുന്നില്ല, അഥവാ കാണിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ മുനാഫിക്കുകളും മുഅ്മിനീങ്ങളും ഇടകലർന്നുകൊണ്ട് ജീവിക്കുന്ന ഈ അവസ്ഥ, തിരിച്ചറിയപ്പെടാത്ത ഈ അവസ്ഥയിൽ അല്ലാഹു തആല അവരെ വിട്ടേക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. അങ്ങനെ അല്ലാഹു തആല വിട്ടേക്കുകയില്ല. ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. മ്ലേച്ഛരാരാണെന്നും വിശിഷ്ടരാരാണെന്നും വേർതിരിച്ച് അറിയുന്നത് വരെ, നെല്ലും പതിരും വേർതിരിക്കുന്നത് വരെ അല്ലാഹു തആല ഒരിക്കലും ഇങ്ങനെ വിട്ടേക്കുകയില്ല. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഏതാണ് നെല്ല്, ഏതാണ് പതിര്, ആരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ, ആരാണ് കപടന്മാർ എന്ന് വേർതിരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ബദർ യുദ്ധത്തിൽ ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. അതിൻ്റെ ഭാഗമായി മൊത്തം മുസ്ലിങ്ങൾക്ക് കപടന്മാരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാഹു തആല ചില പരീക്ഷണങ്ങളിൽ അവരെ അകപ്പെടുത്തിയത്. അപ്പോൾ ഒരു 300 പേർ തിരിച്ചുപോയി. അപ്പോൾ തന്നെ ഇവർ യഥാർത്ഥ മുഅ്മിനുകളല്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ കാരണമായി. ഇനി യുദ്ധമുഖത്ത് വളരെ സന്നിഗ്ധമായ ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ്? എല്ലാ പ്രതിസന്ധികളെയും തൃണവൽഗണിച്ചുകൊണ്ട് ഈ സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത് ആര്? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്കാരാണ് ഉത്തരം ചെയ്യുന്നത് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി കൂടിയാകുന്നു അല്ലാഹു തആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തിയത്. സ്വർണം അത് അതിൻ്റെ ശരിയായ തങ്കത്തിളക്കം കാണണമെങ്കിൽ, നല്ല മാറ്റുള്ള സ്വർണം വേർതിരിച്ചെടുക്കണമെങ്കിൽ നല്ല ഡിഗ്രിയിൽ അത് ചൂടാക്കി തിളപ്പിച്ചെങ്കിൽ മാത്രമേ ആ സ്വർണത്തിൽ നിന്നുള്ള അഴുക്കുകൾ മാറ്റി ശുദ്ധമായ സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ മാത്രമാണ് ഈമാനിന്റെ മാറ്റ് അറിയാൻ സാധിക്കുക. ഈ ഇസ്ലാമിക സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ ഏത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല ഈ പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. ഇത് എക്കാലത്തുമുള്ള ഇസ്ലാമിക സമൂഹത്തെ അല്ലാഹു തആല ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഈ പരീക്ഷണങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ തന്നെ ഈമാനിനോട് പ്രതിബദ്ധതയുള്ളത് ആർക്കാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ആ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും അങ്ങേയറ്റത്തെ വിദ്വേഷവും ശത്രുതയും വെച്ച് പുലർത്തിക്കൊണ്ട് അവരെ കഷ്ടപ്പെടുത്താനും അവരെ പീഡിപ്പിക്കാനും എല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുഫ്രിന്റെ ശക്തികൾ, ആ ശക്തികളോട് അനുനയ സമീപനം സ്വീകരിക്കുകയും അവരുടെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി, നക്കാപ്പിച്ചകൾക്ക് വേണ്ടി അവർ കരുനിൽക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് അല്ലാഹു തആല മുസ്ലിം സമൂഹത്തിന് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർക്ക് കുഴലൂത്ത് നടത്തുന്നതാരാണ്? അവർ നൽകുന്ന വല്ല വഖഫ് ബോർഡിലെ മെമ്പർഷിപ്പോ ഹജ്ജ് കമ്മിറ്റിയിലെ വല്ല ചെയർമാൻ സ്ഥാനമോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്നവരാര് എന്നൊക്കെ അല്ലാഹു തആല ഇപ്പോഴും
വേർതിരിച്ച് കാണിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ എക്കാലത്തും അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളെ കപടന്മാരിൽ നിന്ന് വേർതിരിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഇത് ഒന്ന് വേർതിരിച്ച് അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാണ് ഈ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു തആല ഇവിടെ വിവരിക്കുന്നത്. വമാ കാന അല്ലാഹു ലിയുത്ലിഅക്കും അലൽ ഗൈബി വലാകിന്ന അല്ലാഹ യജ്തബി മിൻ റസുലിഹി മൻ യശാ. മുസ്ലിം സമൂഹത്തിലുള്ള ഈ കപടന്മാർ ആരാണ് യഥാർത്ഥത്തിൽ തന്നെ ഈമാനുള്ളവർ, ആർക്കാണ് ഈമാൻ ഇല്ലാത്തത്, ആരാണ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തിനിടയിൽ ഇങ്ങനെ കൂടിയാടി കഴിയുന്നത് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി, ഇതൊക്കെ ഗൈബായ കാര്യങ്ങളാണ്. ഒരാളുടെ ഹൃദയത്തിലുള്ളത് മറ്റൊരാൾക്ക് നേർക്ക് നേരെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുകയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഗൈബായ ഈ സംഗതി അല്ലാഹു തആല ഒരിക്കലും നേർക്ക് നേരെ കാണിച്ചു കൊടുക്കുകയില്ല. അതല്ല അള്ളാഹുവിൻ്റെ രീതി. ഗൈബായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹുവിൻ്റെ വിശിഷ്ട ഗുണങ്ങളിൽപ്പെട്ടതാണ് ദൃശ്യമായതും അദൃശ്യമായതും ഗൈബായ കാര്യങ്ങളുമൊക്കെ അറിയുക എന്നത്. ഈ ഗൈബായ കാര്യങ്ങൾ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ചില വലാകിന്ന അല്ലാഹ യജ്തബി മിൻ റസുലിഹി മൻ യശാ, മനുഷ്യരിൽ ചിലരെ അല്ലാഹു തആല തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ചില ഗൈബായ കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കും. പ്രവാചകന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ കൃത്യമായി ആ സമുദായത്തിലുള്ള മുനാഫിക്കുകൾ ആരാണ് എന്ന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലാതെ ഇത് ഒരിക്കലും അല്ലാഹു തആല വ്യക്തമാക്കി കാണിച്ച് കൊടുക്കുകയില്ല. മറിച്ച് ചില പരീക്ഷണങ്ങളിലൂടെ, ചില അടയാളങ്ങളിലൂടെ, ചില നിലപാടുകളിലൂടെ അല്ലാഹു തആല അതിൻ്റെ സൂചനകൾ നൽകും. ആ സൂചനകളിലൂടെ തിരിച്ചറിയുക മാത്രമേ സാധിക്കൂ. അതിനു വേണ്ടിയാകുന്നു ഈ പരീക്ഷണങ്ങൾ അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫഅമിനു ബില്ലാഹി വറസൂലിഹി, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കുക. ഗൈബായ കാര്യങ്ങൾ അല്ലാഹു തആല പ്രവാചകന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ആ മാർഗത്തിലൂടെ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. അതല്ലാത്തത് ചില സൂചനകളിലൂടെ, ചില പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു തആല നല്ലതിനെയും തീയതിനെയും വേർതിരിച്ച് കാണിച്ചു കൊണ്ടിരിക്കും. അത് അവലംബിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. വഇൻ തുഅ്മിനൂ വതത്തഖൂ, അതിനാൽ നിങ്ങൾ സത്യവിശ്വാസം കൈക്കൊള്ളുകയും അള്ളാഹുവിനെ തഖ്വ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഫലക്കും അജ്റുൻ അളീം, അങ്ങനെയുള്ളവർക്ക് അല്ലാഹു തആല മഹത്തായ പ്രതിഫലം നൽകുന്നതാകുന്നു. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാസന്മാർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിൽ ലുബ്ധ കാണിക്കുന്നത് അവർക്ക് ഗുണകരമാണ് എന്ന് അവർ വിചാരിക്കേണ്ടതില്ല. നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞ സംഗതി ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർത്തും വ്യത്യസ്തമായ ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് പിന്നെ ഖുർആൻ പറയുക. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നൊക്കെ പലരും പറയുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ജീവൻ ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ചും ത്യാഗം സഹിക്കേണ്ടതിനെക്കുറിച്ചും ആ മാർഗത്തിൽ ക്ഷമ അവലംബിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെയാണ് വിവരിച്ചു വന്നത്. എന്നാൽ അതിനിടയിൽ നേരെ അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ അതിൽ ലുബ്ധ കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. പ്രത്യക്ഷത്തിൽ നേരത്തെ പറഞ്ഞതുമായി ഒരു ബന്ധവും ഇതിനില്ല.
എന്നാൽ ഇതുവരെ പറഞ്ഞത് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ സത്യത്തെ വിജയിപ്പിക്കാനുള്ള മാർഗത്തിൽ അവർ അർപ്പിക്കേണ്ട ത്യാഗവും കഷ്ടപ്പാടും ജീവ ബലിയർപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇതേ മാർഗത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടിയും ദീനുൽ ഇസ്ലാമിനെ സംസ്ഥാപിക്കുന്നതിന് വേണ്ടിയുമുള്ള ആ മാർഗത്തിൽ, ജിഹാദിന്റെ മാർഗത്തിൽ, യുദ്ധത്തിന്റെ മാർഗത്തിൽ, അവിടെ നാം നമ്മുടെ ശാരീരികവും നമ്മുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടുമുള്ള ത്യാഗം മാത്രം അർപ്പിച്ചാൽ മതിയാവുകയില്ല. നമ്മുടെ ധനം കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ പരസ്പര ബന്ധമില്ലാത്തതല്ല, അങ്ങേയറ്റത്തെ ബന്ധമുള്ള കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹു തആല ചിലവഴിക്കാൻ കൽപ്പിച്ച മാർഗത്തിൽ ചിലവഴിക്കാതെ ലുബ്ധി കാണിക്കുന്നവർ, പിശുക്ക് കാണിക്കുന്നത് അതവർക്ക് ഗുണകരമാണ് എന്ന് അവർ വിചാരിക്കേണ്ടതില്ല. വലാ യഹ്സബന്ന, വിചാരിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ബൽ ഹുവ ശർറുൻ ലഹും, പക്ഷേ അതവർക്ക് ദോഷകരമാണ്. അല്ലാഹു തആല ചെലവഴിക്കാൻ കൽപ്പിച്ച മാർഗങ്ങളിലൊക്കെ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയും അങ്ങനെ സമ്പാദിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ദോഷകരമാകുന്നു. പെട്ടെന്ന് ഇവിടെ നമ്മൾ ധനത്തിന്റെ ചിന്തയാണ് വരിക. പക്ഷേ ഇവിടെ ധനം മാത്രമല്ല ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ വിവരിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു തആല അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയതിൽ പിശുക്ക് കാണിക്കുന്നവർ എന്നാണ്. ഇവിടെ ധനം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആരോഗ്യം, അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാണ്. അതോടൊപ്പം സമയത്തിന്റെ കാര്യത്തിലാണ് ഇപ്പൊ ഏറ്റവും വലിയ പിശുക്ക് കാണിക്കാറുള്ളത്. എന്തൊരു ഹൈറായ കാര്യം പറഞ്ഞാലും ആളുകൾക്ക് ബോധിപ്പിക്കാനുള്ള ഒഴികഴിവ്, സമയമില്ല എന്നാണ്. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലാവട്ടെ, അതല്ലെങ്കിൽ ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന വിഷയത്തിലാവട്ടെ, ഒക്കെ നേരത്തിന്റെയും കാലത്തിന്റെയും ഒഴികഴിവാണ് പറയുക. അതുപോലെ തന്നെ പലപ്പോഴും യുദ്ധമല്ലാത്ത മാർഗത്തിൽ തന്നെ നമ്മുടെ ആരോഗ്യം ചെലവഴിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണമായി ഏതെങ്കിലും രോഗികളെ അവരാശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യം, ഒരുപക്ഷെ ഒരു അപകടം സംഭവിച്ചു, അപകടത്തിൽ പരിക്കേറ്റവരെ നാം പല ജീവിത മാർഗത്തിലായിരിക്കും, അപ്പോഴാണ് ഇത് കാണുന്നത്, കേൾക്കുന്നത്. അവരാശുപത്രിയിൽ കൊണ്ടുപോയി ഒരുപക്ഷെ അവിടെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരും. ഇനി എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു, പ്രളയം, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്, ഇങ്ങനെ പലതും. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ തീർച്ചയായും ധനം ചെലവഴിക്കേണ്ടി വരും. ധനം ചെലവഴിക്കാൻ ആ സന്ദർഭത്തിൽ അവിടെ ഇല്ലാത്ത വിദേശത്തുള്ളവർക്കും സാധിച്ചേക്കും. എന്നാൽ ശാരീരികമായ സേവനം ചെയ്യാൻ, സമയം ചെലവഴിക്കാൻ അത് വിദൂര പ്രദേശങ്ങളിൽ മറ്റൊരു നാട്ടിലുള്ളവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ ആ സന്ദർഭത്തിൽ സ്വന്തം ശരീരവും സ്വന്തം ആരോഗ്യവും സമയവുമെല്ലാം ചെലവഴിക്കേണ്ടി വരും. ഈ വിഷയത്തിലൊന്നും ലുബ്ധി കാണിക്കാൻ പാടില്ല. പിശുക്ക് കാണിക്കാതെ കൈമെയ് മറന്ന് രംഗത്തിറങ്ങാൻ സത്യവിശ്വാസികൾ തയ്യാറാവണം. അവിടെ പിറകോട്ടടിക്കുക എന്നത് ഗുണകരമാണ് എന്ന് അവർ ധരിക്കരുത്. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ദോഷകരമാകുന്നു.
ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ലുബ്ധ് കാണിക്കുക എന്നത് ഒന്നാമതായി ധനം ചെലവഴിക്കുന്ന വിഷയത്തിലാണ് എന്നത് ശരി തന്നെ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ധനമല്ല, തൻ്റെ ശരീരം, തൻ്റെ ആരോഗ്യം, തൻ്റെ സമയം ഇതെല്ലാം ചെലവഴിക്കുന്നത് ഒന്നാമത്തെ പ്രിയോറിറ്റിയിൽ, മുൻഗണനാക്രമത്തിൽ വരുമെന്ന് ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നു. അത് സന്ദർഭത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും തേട്ടമനുസരിച്ചാണ് അത് വരിക. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ സന്ദർഭത്തിൻ്റെ തേട്ടമനുസരിച്ച് രംഗത്തിറങ്ങാൻ, പങ്കുവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നാം തയ്യാറാകുന്നില്ലെങ്കിൽ അത് ഗുണകരമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, അത് നിങ്ങൾക്ക് ദോഷകരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിന്റെ സന്ദർഭം, മുസ്ലിങ്ങളുടെ നേതൃത്വം യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്താൽ, ഇനി നാം ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ യുദ്ധത്തിനൊന്നും ഇവിടെ തൽക്കാലം പ്രസക്തിയില്ല. എന്നാൽ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ മുസ്ലിങ്ങളായി ജീവിക്കാൻ, അവരുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടുമ്പോൾ, അതെടുത്തു കളയാൻ ഹിന്ദുക്കളുടെ നിയമം മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതുപോലെയുള്ള പ്രതിലോമപരമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ രംഗത്തിറങ്ങാൻ മുസ്ലിം നേതൃത്വം ആവശ്യപ്പെട്ടാൽ, അവിടെ തൻ്റെ കച്ചവടം, തൻ്റെ ജോലി, തൻ്റെ കൃഷി, തൻ്റെ ജീവിതോപാധി എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അവിടെ നാം രംഗത്തിറങ്ങുക തന്നെ വേണം. ഇതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്ദേശം. ഇനി ഒരു യുദ്ധത്തിന് ഇറങ്ങേണ്ട ഘട്ടം വരുമ്പോൾ, ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ലോകത്തുണ്ട്. ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻഗണനാ സ്ഥാനത്തുള്ള ഫലസ്തീൻ വിമോചനത്തിന്റെ വിഷയത്തിൽ ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ ഇസ്ലാമിക നേതൃത്വം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ, അവിടെ മുസ്ലിങ്ങൾ കൈമെയ് മറന്ന് രംഗത്തിറങ്ങൽ അവർക്ക് ഫർദ് ഐനായി, നിർബന്ധ ബാധ്യതയായി തീരുന്ന ഘട്ടമുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ അതിന് സന്നദ്ധരായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അവിടെ പിറകോട്ടടിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും പിറകോട്ടടിച്ചാൽ, ഈ ചെലവഴിക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ ഏതെല്ലാം കാര്യത്തിലാണ് എന്നുകൂടി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ പെട്ടെന്ന് സക്കാത്തിന്റെ കാര്യമാണ് പറയുക. തീർച്ചയായും സക്കാത്ത് ഇതിന്റെ ഒന്നാം സ്ഥാനത്ത് തന്നെയുണ്ട്. എന്നാൽ സക്കാത്ത് നമ്മുടെ ധനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നമ്മുടെ കയ്യിരിപ്പുള്ള ധനത്തിന്റെയും ഒക്കെ സക്കാത്ത് കേവലം 2.5%. ബാക്കി 97.5% ഈ 97% തൻ്റെതാണ്. തനിക്ക് സൗകര്യമുള്ള മാർഗത്തിൽ അത് ചെലവഴിക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് അർഹതയില്ല. ഈ സക്കാത്തിന്റെ അവകാശികളല്ലാത്ത, സക്കാത്ത് കൊടുത്താൽ വീഴാത്തൊരു വിഭാഗമുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും വരാത്തൊരു സംഗതിയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല. നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല. നാം ചിലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല. അത് സക്കാത്തിന് പുറമെ ചെലവഴിക്കാൻ നാം ബാധ്യസ്ഥരാണ്. എന്നല്ല, അവർക്ക് വേണ്ടി ചെലവഴിക്കാതിരുന്നാൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ, അവരെ പരിചരിക്കാൻ വേണ്ടി, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി എത്ര ലക്ഷോപലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വന്നാലും
ചെലവഴിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നാം ചെലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ ഭാര്യാസന്താനങ്ങൾ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ, അവരുടെ മാതാപിതാക്കന്മാർ, വല്യുപ്പ, വല്യമാർ, വല്യമ്മമാർ, നമ്മുടെ മാതാപിതാക്കളുടെ അതേ സ്ഥാനത്താണ് അവർ ഉള്ളത്. അത് നമ്മുടെ ഉമ്മാന്റെ മാതാപിതാക്കന്മാരായാലും പിതാവിന്റെ മാതാപിതാക്കന്മാരായാലും ഇവരെല്ലാം സംരക്ഷിക്കേണ്ടതും സഹായിക്കേണ്ടതും നമ്മുടെ ബാധ്യതകളിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഈ 2% കണക്ക് കൂട്ടി അങ്ങ് കൊടുത്താൽ, അല്ലെങ്കിൽ കർഷകനാണെങ്കിൽ ആ വിളവെടുപ്പ് സമയത്ത് 5% അല്ലെങ്കിൽ 10% കൊടുത്താൽ തീർന്നു എന്ന് കരുതണ്ട. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് അല്ലാഹു തആല നമ്മിൽ ചുമത്തിയിട്ടുണ്ട്. അതെല്ലാം നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവർ സയതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ധനം ചൂടാക്കിക്കൊണ്ട് അവരെ ചൂട് വെപ്പിക്കുന്നതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല കൽപ്പിച്ച മാർഗത്തിൽ ധനം ചെലവഴിക്കാതെ സകാത്ത് ഉൾപ്പെടെ കെട്ടിപ്പൂട്ടി വെച്ചവർ, അതിനെ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉഗ്രസർപ്പത്തിന്റെ രൂപത്തിൽ ഈ ചെലവഴിക്കാതെ ലുബ്ധ കാണിച്ചവന്റെ കഴുത്തിൽ ആ ഉഗ്രസർപ്പം ഇങ്ങനെ ആ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ കവിളുകളിൽ പിടികൂടിക്കൊണ്ട്, ഞാനാണ് നീ ലുബ്ധ കാണിച്ചുകൊണ്ട് നീ സമ്പാദിച്ചു വെച്ച ധനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ, അത് ധനമാകട്ടെ, ആരോഗ്യമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സമയമാകട്ടെ, ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി, 2 അനുഗ്രഹങ്ങളുണ്ട്, ജനങ്ങളിൽ അധിക പേരും അതിൽ വഞ്ചിതരാണ്. ആ നിഅമത്ത് യഥാവിധി ഉപയോഗപ്പെടുത്തുന്നതിൽ അവർ വഞ്ചിതരാണ്, അതിൽ അവർ വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നു. ഏതാണ്? അസ്സഹതു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അതിങ്ങനെ തുലച്ചു കളയുകയാണ് പല സോഷ്യൽ മീഡിയകളിൽ. അതുപോലെ തന്നെ സംഗീതങ്ങൾ ആസ്വദിക്കുന്നതിൽ, അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ആ ഒഴിവ് സമയവും ആരോഗ്യവും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നവരാണ് ജനങ്ങളിൽ അധിക പേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നാം ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. അതൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ്. നിഅമതാൻ, അള്ളാഹുവിന്റെ മഹത്തായ 2 അനുഗ്രഹങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലുബ്ധ കാണിക്കുന്നവർ, അത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചൂട് വെപ്പിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യം കൊണ്ട് അല്ലാഹു തആല അവരെ ശിക്ഷിക്കും. ഇനി ഈ ആയത്തിൽ തുടർന്ന് പറയുന്ന സംഗതി നാം മനസ്സിരുത്തി ചിന്തിക്കേണ്ട സംഗതിയാകുന്നു. അതായത് നമ്മൾ ഈ അല്ലാഹു തആല ചെലവഴിക്കാൻ പറയുമ്പോൾ ചെലവഴിക്കാതെ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്ന സംഗതി, അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ്? അത് തൻ്റേതാണ്, തങ്ങളുടേതാണ് എന്ന വിചാരമാണ്. അങ്ങനെയല്ലേ? എനിക്ക് സ്വത്തും മുതലും എല്ലാം ഉണ്ടെങ്കിൽ, മിച്ചമുണ്ടെങ്കിൽ, സമ്പാദ്യമുണ്ടെങ്കിൽ അതൊക്കെ തൻ്റേതാണ്, അത് തനിക്ക് അനുഭവിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ തൻ്റെ മക്കൾക്കുള്ളതാണ്. ഈ ചിന്തയാണ് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ ഈ ചെലവഴിക്കുന്ന കാര്യം പറഞ്ഞിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം
അനന്തരമെടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു പടി ആയത്തുകളിൽ വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഈ പ്രപഞ്ചത്തിലുള്ള സർവസ്വം അല്ലാഹു തആലയുടേതാണ് എന്ന് കാണാം. ഇവിടെ പറയുന്ന വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇവിടെയുള്ള സർവ്വ സമ്പത്തുകളുടെയും അനന്തരമെടുക്കുന്നവൻ അല്ലാഹു തആലയാണ്. ഇപ്പൊ എനിക്ക് ഏക്കർ കണക്കിന് ഭൂസ്വത്തുണ്ട്, അതല്ലെങ്കിൽ 10,000-കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന റിയൽ എസ്റ്റേറ്റുകളുണ്ട്, അതുപോലെ കന്നുകാലികൾ, എന്തൊക്കെ സ്വത്തുണ്ടോ സമ്പത്തുണ്ടോ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മുടെ സമയമെത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ടേച്ചുകൊണ്ട് നാം പോകുന്നു. കേവലം 3 കഷ്ണം തുണി മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. ആ തുണി പോലും കബറടക്കം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ ദ്രവിച്ചു പോലും, അതുപോലും നമ്മുടേതല്ല. എന്നാൽ നാം വിട്ടേച്ചു പോകുന്ന ഈ ലോകം, നാം നമ്മുടേതാണ് എന്ന് ധരിച്ചിരുന്ന സമ്പത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരമെടുത്തു. പിന്നീട് അല്ലാഹു തആല തീരുമാനിക്കുന്നവർക്കാണ് അത് ലഭിക്കുക. അല്ലാഹു തആല അതിനൊക്കെ അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവകാശികളെ നിശ്ചയിച്ചത് അല്ലാഹു തആലയാണ്. അവർക്ക് അത് കൈവശം വെക്കാൻ അവസരം നൽകിയത് അല്ലാഹു തആലയാണ്. അത് തന്നെയും പീരിയോഡിക്കാണ്, സമയബന്ധിതമാണ്. നാം എപ്രകാരം കൈവശം വെച്ചിരുന്നുവോ അപ്രകാരം ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം. അപ്പോൾ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് പരീക്ഷണാർത്ഥം ഇവർ ഈ നൽകിയ അനുഗ്രഹം എൻ്റെ കൽപ്പനക്കനുസരിച്ച് എൻ്റെ പൊരുത്തം നേടാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന പരീക്ഷണത്തിന് വേണ്ടി മാത്രം താൽക്കാലികമായി അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നിരന്തരം അല്ലാഹു തആല ഏൽപ്പിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞുപോയ വലിയ വലിയ മുതലാളിമാരെ കുറിച്ച്, വലിയ വലിയ സാമ്രാട്ടുകളെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് പോയി, എല്ലാറ്റിൻ്റെയും അനന്തരം അല്ലാഹു തആലക്ക് ലഭിച്ചു. ഇങ്ങനെ വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഇതിൻ്റെയൊക്കെ അനന്തരാവകാശി അല്ലാഹു തആലയാണ്. അത് അല്ലാഹു തആലയുടെ കയ്യിൽ വരും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നു. അപ്പോൾ അല്ലാഹു തആല നമ്മെ ഒരു പരീക്ഷാ ഹാളിൽ ഇരുത്തിയിരിക്കുന്നു, കൃത്യമായ ഒരു പരീക്ഷാ ഹാൾ. ആ പരീക്ഷ ആരംഭിക്കുന്ന സമയം, അത് അവസാനിക്കുന്ന സമയം, ഇതിൻ്റെ ഇടയിൽ നാം ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ഈ ജീവിതം. ഈ പരീക്ഷാ സമയം തീരുമ്പോൾ ബെല്ലടിക്കുന്നു, അതാകുന്നു നമ്മുടെ മരണം. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ, ഈ ബെല്ലടിക്കുന്നതിന് മുൻപ് പരമാവധി എത്രത്തോളം ഉത്തരം എഴുതാം, ഇതാണ് സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയുടെ ചിന്ത. അതാണ് ആയിരിക്കേണ്ടത്. എന്നതുപോലെ നമുക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹം അല്ലാഹു തആല തിരിച്ചങ്ങോട്ട് എടുക്കുന്നതിന് മുൻപ് അത് എത്രത്തോളം നാളെ പാരത്രിക ലോകത്ത് അനശ്വരമായ ജീവിതത്തിലേക്കുള്ള ഈടുവെപ്പുകൾ ആക്കാൻ സാധിക്കുമോ, ഇതായിരിക്കണം നമ്മുടെ ചിന്ത. അദ്ദുനിയ മസ്റഅത്തുൽ ലിൽ ആഖിറ, ഇഹലോകം പാരത്രിക ജീവിതത്തിലേക്കുള്ള കൃഷിയിടമാകുന്നു. ഇവിടെ എന്താണ് നാം വിതക്കുന്നത്, അതാണ് അവിടെ കൊയ്തെടുക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. പരിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിൽ ആ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. നമ്മളോട് ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, പിന്നെ നീൽ ആംസ്ട്രോങ്, യൂറി ഗഗാറിൻ, അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൻ, ഇങ്ങനെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളെ പറ്റിയാണ് നമ്മൾ പറയുക. അവരൊക്കെ ബുദ്ധിമാന്മാരാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ വലിയ ബുദ്ധിയുടെ ഉടമകളായ അവർ
അവരുടെ ജീവിതകാലത്ത് യഥാർത്ഥത്തിൽ തന്നെ ചെയ്യേണ്ടിയിരുന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യമാകേണ്ടിയിരുന്നത്, ആ ലക്ഷ്യം അവർ കണ്ടില്ല. എന്തിനാണ് ജീവിതം? ജീവിതം മുഖേന എന്താണ് എൻ്റെ സൃഷ്ടാവ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ല. ആ ജീവിതത്തിൽ ചെയ്യേണ്ടതൊന്നും ചെയ്തുമില്ല. നാളെ പാരത്രിക ലോകത്ത് ചെന്നിട്ട് എന്നേക്കുമായി ശിക്ഷക്ക് പാത്രമാകുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ബുദ്ധിമാന്മാരാണോ? അവരാണ് ബുദ്ധിശൂന്യർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഒരക്ഷരജ്ഞാനം പോലുമില്ലാത്ത ഒരു നിരക്ഷര കക്ഷി, പക്ഷേ തനിക്കൊരു റബ്ബുണ്ട്. ആ റബ്ബ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അവന്റെ തൃപ്തി കരസ്ഥമാക്കുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അത് യാതൊരു ഭൗതിക വിദ്യാഭ്യാസവും ലഭിച്ചിട്ടില്ലാത്ത ആളാണെങ്കിലും അയാളാണ് ബുദ്ധിമാൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. നാളെ പാരത്രിക ലോകത്ത് അനശ്വരമായ സ്വർഗത്തിൽ അവർ ജീവിക്കും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ അവർ അനുഭവിക്കും. അവരല്ലേ ബുദ്ധിമാന്മാർ? അവരാണ് ബുദ്ധിമാന്മാർ അള്ളാഹുവിന്റെ കിതാബിൽ. അതിനിപ്പോ വലിയൊരു ശാസ്ത്രജ്ഞൻ, വമ്പിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയയാൾ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമുള്ള 1000 വർഷങ്ങളോളം ലോകത്ത് കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും വമ്പിച്ച ജനോപകാരപ്രദമായ സേവനങ്ങൾ ചെയ്തതുമൊക്കെ മുസ്ലിം ശാസ്ത്രകാരന്മാരായിരുന്നു. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനം നിമിത്തം ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ലഭിച്ചു, പ്രയോജനങ്ങൾ ലഭിച്ചു, അതെല്ലാം നാളെ പാരത്രിക ലോകത്ത് അവരുടെ മീസാനന്ദ തുലാസിൽ അവർക്ക് ലഭിക്കും. അങ്ങനെ ഉള്ള ശാസ്ത്രജ്ഞന്മാർ അവർ മഹാബുദ്ധിമാന്മാരാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ല, ജീവിത ലക്ഷ്യം കണ്ടെത്തിയില്ല, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. പക്ഷേ സ്വന്തം സൃഷ്ടാവായ അനുനിമിഷം തനിക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ അറിഞ്ഞില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിൽ വ്യാപൃതനായില്ല. അള്ളാഹു തആല വെറുക്കുന്ന കാര്യങ്ങളാണ് ചെയ്തത്. അവർ ബുദ്ധിശൂന്യരാണ്, ബുദ്ധിമാന്മാരല്ല. അപ്പോൾ തങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു തആല അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ. അല്ലാഹു തആല ദരിദ്രനാണ്, അല്ലാഹു തആല പാപ്പരാണ്, തങ്ങളാണ് ധനികന്മാർ എന്ന് പറഞ്ഞവരുടെ വർത്തമാനം അല്ലാഹു തആല കേട്ടിരിക്കും. സനക്തുബു മാ ഖാലു, അവർ പറഞ്ഞത് നാം രേഖപ്പെടുത്തും. അല്ലാഹു തആല സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നും രേഖപ്പെടുത്താൻ. ഇതെന്താണ് സംഭവം? ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദഅവത്തിന്റെ ഉദ്ദേശത്തോടു കൂടി ഒരു യഹൂദിയുടെ വീട്ടിൽ ചെന്നു. ആ യഹൂദിയുടെ വീട്ടിൽ ഫിൻഹാസ് എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ, അഥവാ തൗറാത്തിൽ അവഗാഹമുള്ള ഒരു പണ്ഡിതനുണ്ട്. വേറെയും കുറെ ജൂതന്മാർ അവിടെ യോഗം ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഫിൻഹാസിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു, അയാൾക്ക് ദഅവത്ത് ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അസത്യം പറയുകയില്ല. അദ്ദേഹം സത്യവാനാണ്, സത്യസന്ധനാണ്.
അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാകുന്നു. അത് നിങ്ങളുടെ തൗറാത്തിലൊക്കെ പ്രവചിച്ചിട്ടുള്ളതാണല്ലോ. മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആ നബിയിൽ വിശ്വസിച്ചുകൂടെ? അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ അതല്ലേ പ്രയോജനപ്പെടുക എന്നൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് ദഅവത്ത് നൽകി. അപ്പോൾ ഉടനെ തന്നെ ഈ ജൂത പണ്ഡിതന്റെ വർത്താനം എന്താണെന്നറിയോ? ഈ അല്ലാഹു തആല അങ്ങേയറ്റത്തെ ദരിദ്രനാണ്, പാപ്പരാണ്. അതുകൊണ്ടാണല്ലോ, കാരണം വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുൻപ്, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയദാഇഫഹു ലഹു. ആരെങ്കിലും അള്ളാഹുവിന് നല്ല കടം നൽകുകയാണെങ്കിൽ അല്ലാഹു തആല അവർക്കത് ഇരട്ടി ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. അവർക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകും എന്ന ആയത്ത് അവതരിച്ചിരുന്നു. ആ ആയത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ദാസന്മാരിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് കടം ചോദിക്കുന്ന പാപ്പരായ അള്ളാഹുവിൽ ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല, ആ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു ജൂതൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം പിടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റത്തെ ക്രുദ്ധനായി. ആ ഫിൻഹാസിന്റെ കാരണത്ത് ആഞ്ഞൊരടി അങ്ങോട്ട് കൊടുത്തു. ഫിൻഹാസിന്റെ പൊന്നീച്ച പറന്നു. പൊന്നീച്ച, നമ്മളൊക്കെ കോപിക്കരുത് കോപിക്കരുത് എന്ന് പറഞ്ഞ ഹദീസ് കേട്ടിട്ടുണ്ടാവും. അൽ ഖളബു മിനശ് ശൈത്താൻ, കോപം പിശാചിൽ നിന്നുള്ളതാണ് എന്ന ഹദീസ് കേട്ടിട്ടുണ്ടാവും. കാരണം എപ്പോഴും മൗലവിമാരൊക്കെ അതാ പറയാ, മൗലവിമാരും അങ്ങനെ തന്നെ. അത് പറയണ്ടെന്നല്ല, ഒക്കെ ഹദീസ് തന്നെയാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരണക്കുറ്റിക്ക് കൊടുത്ത ഈ ഹദീസ് ആരും പറയില്ല. ദൗർഭാഗ്യവശാൽ മലയാള തഫ്സീറിൽ നമ്മളിപ്പം ഈ ക്വിസിന് വേണ്ടിയിട്ട് നിശ്ചയിച്ച മലയാള 2 തഫ്സീറിലും അത് കണ്ടിട്ടില്ല. തഫ്സീർ ഇബ്നു കസീറിലാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ കോപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ശരി തന്നെ. അങ്ങനെ ഈ അടി കിട്ടിയപ്പോൾ ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പരാതി പറഞ്ഞു, ഇങ്ങനെ പിന്നെ എന്നെ അടിച്ചു, എൻ്റെ മുഖത്ത് കരണക്കുറ്റിക്കാണ് തോന്നുന്നത്. അപ്പോൾ വേറെ ഹദീസുണ്ട്, അടിക്കേണ്ടി വന്നാലും മുഖത്തടിക്കരുത് എന്നൊക്കെ ഹദീസുണ്ട്. അത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അടിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, എന്താ സംഭവം? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംഭവം വിവരിച്ചു. അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ നടപടിയെ, ഈ അടിയെ, കരണക്കുറ്റി കൊടുത്ത ഈ വീക്കലിനെ അനുകൂലിച്ചുകൊണ്ടാണ് ആയത്ത് അവതരിച്ചത്. പിന്നെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? അതായത് അടിക്കേണ്ടടുത്ത് അടിക്കേണ്ട സമയത്ത് അടിക്കേണ്ട വിധം അടിക്കണം എന്നായി പറഞ്ഞത്, അല്ലാത്തടുത്ത് അടിക്കരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഭാര്യയോടോ കുട്ടികളോടോ അല്ല എന്തെങ്കിലും കയർക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സന്ദർഭത്തിലൊന്നും ഇത് ചെയ്യരുത് എന്നാ പറഞ്ഞത്. എന്നാൽ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, കോപിക്കേണ്ടടുത്ത് കോപിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാതാപിതാക്കളെ പറ്റി ആരെങ്കിലും അരുതാത്തത് പറഞ്ഞാൽ നാം അതിങ്ങനെ നിശബ്ദനായിട്ട് കേട്ടിരിക്കും എന്നൊക്കെ വാദത്തിന് പറയും. കേട്ടിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി അത് വേണ്ട, നമ്മുടെ പ്രപിതാക്കന്മാരെ പറ്റി വല്യപ്പ വല്യമ്മ നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്നവരാണ്. എന്തെങ്കിലും ആരെങ്കിലും അരുതാത്തത് പറഞ്ഞാൽ നമുക്ക് കോപം വരണം. അങ്ങനെ കോപം വന്നാലേ നമുക്ക് അഭിമാനമുള്ളൂ അതിൻ്റെ അർത്ഥം. കോപിക്കാൻ പാടില്ല എന്നുള്ള കോപം വേറെ. മൻ അബ്ഗള, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കോപിച്ചാൽ അവന്റെ ഈമാൻ പൂർത്തിയാവുള്ളൂ എന്നാണ്. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കോപിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ് ഇവിടെ അവമതിച്ചത്. നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ ഭാര്യയെ കുറിച്ച് അപരാധം പറഞ്ഞാൽ, അപവാദം പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ, ഇകഴ്ത്തി സംസാരിച്ചാൽ നമുക്ക് കോപം വരും. എന്നാൽ നമുക്ക് കോപം വരേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് അരുതാത്തത് പറയുമ്പോഴാണ്. കാരണം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അള്ളാഹുവിനെയാണ്. അങ്ങനെ അള്ളാഹുവിനെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ
ആ അള്ളാഹുവിനെ കുറിച്ച് ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ നമുക്ക് ക്രോധം വരണം എന്നെങ്കിലേ നമുക്ക് ഈമാനുള്ളൂ. അതാണ് ഹദീസിൽ പറഞ്ഞത്, മൻ അബ്ഗദ ലില്ലാഹ് വഅഹബ്ബ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി കോപിച്ചാലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. ഇവിടെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ്, ഏതെല്ലാം രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവമതിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുവൈത്തിൽ നിന്നൊരു കുവൈത്തി ഒരു വീഡിയോ അയച്ചു തന്നു 2 ദിവസം മുൻപ്. എന്താ സംഭവം? നമ്മുടെ നാട്ടിലാണ്, നോർത്ത് ഇന്ത്യയിലാണ് എന്ന് തോന്നുന്നു. ഒരു പശുക്കൂട്ടത്തങ്ങ് അഴിച്ചുവിട്ടു. ആ പശുക്കൂട്ടങ്ങനെ ആർത്ത് തിമർത്ത് വരികയാണ് ഒരു വഴിയിലൂടെ. ആ വഴിയിലൂടെ മാത്രമേ അവക്ക് വരാൻ സാധിക്കൂ. വഴിയില് കുറെ ആളുകള് നിലത്ത് കിടക്കുക. എന്നിട്ട് ഈ പശുക്കൂട്ടം, വലിയ വലിയ കിണ്ടല കണക്കിൽ തൂക്കമുള്ള പശുക്കൂട്ടം, ഈ 100 കണക്കായ ആളുകളുടെ മുഖത്തു മേലിലൂടെ ചവിട്ടി, കമിഴ്ന്ന കിടക്കുന്നത് ചവിട്ടിയിട്ടാണ് പോകുന്നത്. ഒരു വിഭാഗം സൈഡിലിരുന്നുകൊണ്ട് തൊഴിലാണ്. നമ്മെല്ലാം സൃഷ്ടിച്ച് നമുക്ക് അനുനിമിഷം അനുഗ്രഹങ്ങൾ കോരിച്ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനത്ത് ഈ നാൽക്കാലികളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഈ നാൽക്കാലികളോളം ഇകഴ്ത്തിക്കൊണ്ട് ഉള്ള ഈ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷമം തോന്നുന്നില്ലെങ്കിൽ നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാ. ഇനി എന്തിനേറെ മനുഷ്യരുടെ, സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യാവയവങ്ങൾ പോലും അള്ളാഹുവാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന ദൃശ്യം കാണുമ്പോൾ അതിനോട് മനസ്സിൽ ഒരനുരണനം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം ആധാര വ്യായാമം മാത്രമാകുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെയാണ് നമ്മുടെ മാതൃക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈ തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി വേണ്ടിടത്ത് അത് പ്രയോഗിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നിട്ടുള്ളത്. ഇതൊക്കെ പൂഴ്ത്തി വെക്കാനുള്ളതല്ല, ഇതൊക്കെ പറയപ്പെടാനുള്ളതാണ്. പക്ഷേ ആ സമയത്ത് അസ്ഥാനത്ത് പ്രയോഗിക്കരുത് എന്ന് മാത്രം. സനക്തുബു മാ ഖാലു, അവർ ഈ പറയുന്നതെല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. വഖത്ലഹുൽ അംബിയാ ബിഗൈരി ഹഖ്, അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകന്മാരെ അന്യായമായി വധിച്ചു കളഞ്ഞത്. ജൂതന്മാർ അനേകം പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിലേക്ക്, അവരെ നേർമാർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ വന്ന പ്രവാചകന്മാരെ, ഇല്യാസ് നബി അലൈഹിസ്സലാമിനെ അവർ അങ്ങനെ വധിച്ചു കളഞ്ഞതാണ്, വധിക്കാൻ ശ്രമിച്ചതാണ്, വധിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പിന്നീട് ദമാസ്കസിലേക്ക് രക്ഷപ്പെട്ടു. ദമാസ്കസിൽ പോയാണ് അദ്ദേഹം അഭയം പ്രാപിച്ചത്. എന്നാൽ യഹ്യ നബി അലൈഹിസ്സലാമിനെ അവർ കൊന്നുകളഞ്ഞു. ഈർച്ചവാൾ കൊണ്ടാണ്, തല മുതൽ താഴോട്ട് ഈർന്നുകൊണ്ടാണ് അവർ കൊന്നത്. ഇതാണ് ജൂതന്മാരുടെ ചരിത്രം. അവരുടെ തമ്മാടിത്തം നാം ഈ ദർശെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലും തുടർന്നു കൊണ്ടിരിക്കുന്നു. അയൽരാജ്യമായ ലബനാനിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ നിഷ്ഠൂരമായി ബോംബാക്രമണത്തിലൂടെ കൊന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിൽ ബോംബാക്രമണവും മിസൈലാക്രമണവും നടത്തിക്കൊണ്ട് 100 കണക്കായ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ചോദിക്കാനും പറയാനും ലോകത്താരുമില്ല, ആരുമില്ല.
കാരണം കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. ഇതെങ്ങാനും ലോകത്തുള്ള ഇതര മതവിഭാഗങ്ങളാണെങ്കിൽ, ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ബുദ്ധമതക്കാരോ വേറെ ഏതെങ്കിലും മതവിഭാഗം ഇനി മതമില്ലാത്തവരാണെങ്കിൽ ഇത് നിർബാധം തുടരാൻ സാധിക്കുമായിരുന്നുവോ? ലോകരാജ്യങ്ങളുടെ ഈ സെക്യൂരിറ്റി കൗൺസിലിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ സ്റ്റാൻഡ് ഇപ്പോഴുള്ളതാകുമായിരുന്നുവോ? ചിന്തിച്ചു നോക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ അല്ലാഹു തആല പാപ്പരായവനാണെന്ന് പറയുകയും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ കൊന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ അല്ലാഹു തആല അത് രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഈ കരിച്ചു കളയുന്ന ശിക്ഷ അനുഭവിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല നാളെ അവരോട് കൽപ്പിക്കുന്നതാണ്. ഈ ലോകം പരീക്ഷണ ലോകമാണ്, നൈമിഷികമാണ്. ഇവിടെ ഇതെല്ലാം ഈ അധർമ്മങ്ങളൊക്കെ നിർബാധം നടന്നുകൊണ്ടിരിക്കും. അതിൽ നാം വേദനിക്കേണ്ടതില്ല. തീർച്ചയായും ഈ ജീവിതത്തിന്റെ കർമ്മഫലത്തിന്റെ ലോകം വരാനിരിക്കുന്നേയുള്ളൂ. ഇത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ നിങ്ങളുടെ കർമ്മഫലമാകുന്നു നിങ്ങൾ ഈ അനുഭവിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ ദാസന്മാരോട് അതിക്രമം പ്രവർത്തിക്കുന്നവനല്ല, അന്യായമോ അനീതിയോ പ്രവർത്തിക്കുന്നവനല്ല. എന്ന് വെച്ചാൽ അല്ലാഹു തആല ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ആരെയും ശിക്ഷിക്കുകയില്ല. അതുപോലെ തന്നെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ട് അത് ചെയ്യാത്തതിന്റെ പേരിൽ അല്ലാഹു തആല ചോദ്യം ചെയ്യുകയോ ശിക്ഷിക്കുകയോ ഇല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരാത്മാവിനോടും അതിന്റെ കഴിവിൽ കവിഞ്ഞതല്ലാതെ, അത് കഴിവിൽപ്പെട്ടതല്ലാതെ അല്ലാഹു തആല കൽപ്പിക്കുകയില്ല. ഒന്നിലധികം ആയത്തുകളിൽ അല്ലാഹു തആല ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത പാപത്തിന്റെ ശിക്ഷയല്ലാതെ അല്ലാഹു തആല നൽകൂല. എന്ന് മാത്രമല്ല, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ 10 നന്മയുടെ പ്രതിഫലം നൽകും. അത് മിനിമമാണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. ആരെങ്കിലും ഒരു തിന്മയുമായി വന്നാൽ ആ തിന്മക്ക് തുല്യമായ ശിക്ഷയല്ലാതെ അതിന്റെ 10 മടങ്ങ് അല്ലാഹു തആല നൽകുകയില്ല. അപ്പോൾ ഒരു തരത്തിലും അല്ലാഹു തആല അല്ലാഹുവിന്റെ ദാസന്മാരോട് അന്യായമോ അതിക്രമമോ അനീതിയോ പ്രവർത്തിക്കുകയില്ല. അവരുടെ പ്രവർത്തനത്തിന്റെ ശിക്ഷ മാത്രമേ നൽകുകയുള്ളൂ എന്ന് അല്ലാഹു തആല ആ നരകത്തിൽ നിങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ ഉടനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ അവരൊക്കെയും തങ്ങൾ ഈ ശിക്ഷക്കർഹരാണ്. ഈ ശിക്ഷ ലഭിക്കാൻ മാത്രം പാപകർമ്മങ്ങൾ അനുവർത്തിച്ചിട്ടുള്ളവരാണ്, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. തങ്ങളോട് അനീതി പ്രവർത്തിക്കുന്നു എന്ന് ഒരിക്കലും അവരിൽ ഒരാൾക്കും പറയാൻ സാധ്യമല്ല, പറയുകയില്ല. തങ്ങൾ ഈ ശിക്ഷ അർഹിക്കുന്നു എന്ന് പരിപൂർണം ബോധ്യപ്പെടുത്തിയിട്ട് മഹ്ശറയിൽ വെച്ച് വ്യക്തമായി അവരുടെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കി അവരെ വിചാരണ ചെയ്ത് ആണ് അല്ലാഹു തആല ശിക്ഷിക്കുന്നത്. الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار. ഇവിടെ ഈ ജൂതന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദഅവത്ത് നടത്തിയ കാര്യം പറഞ്ഞല്ലോ. ഈ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ അവർ പറയുകയുണ്ടായി, അല്ലാഹു തആല തങ്ങളോട് പ്രവാചകന്മാരിൽ വിശ്വസിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ പ്രവാചകന്മാർ പൂർത്തിയാക്കിയാൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്ന് ഞങ്ങളോട് കരാർ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈ പ്രവാചകന്മാർ ഒരു ബലിയർപ്പിക്കുക. ഈ ബലിയർപ്പിച്ചിട്ട്
ഈ ബലിമാംസം ഉപരിലോകത്ത് നിന്ന് തീ ഇറങ്ങിക്കൊണ്ട്, എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഒരു പ്രവർത്തനവുമില്ലാതെ ആകാശലോകത്ത് നിന്ന് ഒരു തീ ഇറങ്ങി വന്നുകൊണ്ട് ഈ ബലിമാംസം കത്തിക്കരിഞ്ഞ് ഭസ്മമാകുന്നത് ഞങ്ങൾ കാണണം. അങ്ങനെ കണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് അല്ലാഹു തആല തങ്ങളോട് കരാർ ചെയ്തിട്ടുണ്ട്. പച്ചക്കള്ളമാണ്. അവര് പറയുന്ന അനേകം കള്ളങ്ങളിൽപ്പെട്ട ഒരു വലിയ കള്ളമാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു കാണിച്ചാൽ തങ്ങൾ വിശ്വസിച്ചു കൊള്ളാം എന്നവർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി എഴുന്നള്ളിച്ച ഒരു കള്ളത്തരമാണ്. ഇതിന് മറുപടി ആയിക്കൊണ്ട് അല്ലാഹു തആല നബിയോട് പറയാണ്, ഖദ് ജാഅക്കും റുസുലും മിൻ ഖബ്ലി ബിൽ ബയ്യിനാത്ത്. എനിക്ക് മുൻപ് ധാരാളം പ്രവാചകന്മാർ നിങ്ങളിൽ ആഗതരായിട്ടുണ്ടായിരുന്നു. ഈ ജൂതന്മാർ മൂസാ നബിയുടെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് കൊണ്ട് നടക്കുന്നവരാണ്. ഈ മൂസാ നബിക്ക് ശേഷം, തൗറാത്ത് അവതരിച്ച ശേഷം നബിയുടെ മുൻപ് അനേകം പ്രവാചകന്മാർ ആ സമുദായത്തിൽ വന്നിട്ടുണ്ട്, ബനി ഇസ്രായേലിൽ. എന്നാൽ ഒരു പ്രവാചകനെ പോലും അവർ അംഗീകരിച്ചിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. ഒന്ന് മൂസാ നബിക്ക് ശേഷം വന്ന പ്രവാചകൻ യൂഷ ഇബ്നു നൂൻ, മൂസാ നബിയുടെ കൂടെ തന്നെ ജീവിച്ച സമകാലികനാണ്. മൂസാ നബി അലൈഹിസ്സലാം ഖിളിർ നബിയുടെ കൂടെ ഒരു യാത്ര പോയ കാര്യം സൂറത്തുൽ കഹ്ഫിൽ വിവരിക്കുന്നുണ്ടല്ലോ. ആ വിവരിക്കുന്ന കൂട്ടത്തിൽ മൂസാ നബിയോടൊപ്പം ഒരു ബാല്യക്കാരൻ ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ഈ യൂഷ ഇബ്നു നൂൻ വലുതാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് അദ്ദേഹമാണ് മൂസാ നബിയെ അനുഗമിച്ചത് എന്നാണ്. നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപ് അല്ലാഹു തആല നുബുവത്ത് ലഭിക്കാനുള്ള പ്രവാചകന്മാർക്ക് ഒരു തർബിയത്ത് കൊടുക്കാറുണ്ട്, അവർക്കൊരു പരിശീലനം നൽകാറുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം യുവാവായിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദശകങ്ങളോളം ദഅവത്ത് നിർവഹിച്ച് അങ്ങനെ അവശവാർദ്ധക്യത്തിലെത്തിയ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് മൂസാ നബി അല്ലാഹു തആല പറഞ്ഞയച്ചത് എന്ന് തഫ്സീറിൽ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തുകൊണ്ട് 10 വർഷം മൂസാ നബി ജീവിച്ചു. എന്നതുപോലെ ഈ മൂസാ നബിയോടൊപ്പം യൂഷ ഇബ്നു നൂൻ ബാല്യക്കാരനായപ്പോൾ അല്ലാഹു തആല പറഞ്ഞയച്ചു. ഈ യൂഷ ഇബ്നു നൂൻ മൂസാ നബിക്ക് ശേഷം പ്രവാചകനായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഫലസ്തീൻ അധീനപ്പെടുത്തുന്നത്. മൂസാ നബി അലൈഹിസ്സലാം 40 വർഷക്കാലം ഫലസ്തീനിലേക്കുള്ള യാത്രാ മധ്യത്തിൽ സീനായ് മരുഭൂമിയിൽ, ഇപ്പോൾ ഈജിപ്തിന്റെ ഭാഗമായ സീനായ് മരുഭൂമിയിൽ ജീവിച്ചു. ഈ ഫലസ്തീനിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതിനു മുമ്പ് കാലഗതി പ്രാപിച്ചു. യൂഷ ഇബ്നു നൂനിന് ശേഷം ദാവൂദ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം, അതിനുശേഷം യഹ്യ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം, അവസാനമായി നബിക്ക് മുൻപ് ഈസാ നബി അലൈഹിസ്സലാം. ഇങ്ങനെ അനേക പ്രവാചകന്മാർ വന്നു ആ സമൂഹത്തിൽ, ആ സമൂഹം ജീവിക്കുന്ന നാട്ടിൽ, ഈ ഷാമിൽ. പക്ഷെ ആരിലും വിശ്വസിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പല പ്രവാചകന്മാരെയും കൊന്നുകളയുക വരെ ചെയ്തു. ആ പ്രവാചകന്മാരൊക്കെ ഈ പല ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളുമായി വന്നിട്ടുള്ളവരായിരുന്നു. ഇവരാവശ്യപ്പെട്ട ഈ ദൃഷ്ടാന്തം തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ വിശ്വസിക്കാൻ വേണ്ടിയല്ല നബിയോട് ഇത് ആവശ്യപ്പെടുന്നത്. ഇവിടെ അല്ലാഹു തആല ചോദിക്കുകയാണ്, നബിയോട് ചോദിക്കാൻ പറയുകയാണ്. എന്നിട്ടും ഈ ദൃഷ്ടാന്തങ്ങളുമായി, വ്യക്തമായ മാനുഷിക ദൃഷ്ടാന്തങ്ങളുമായി വന്നിട്ടും നിങ്ങൾ എന്തിനാണ് അവരെ കൊന്നുകളഞ്ഞത്? ഫഇൻ കദ്ദബൂക്, അവർ താങ്കളെ കളവാക്കി കളയുകയാണെങ്കിൽ, ഫഖദ് കുദ്ദിബ റുസുലുൻ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുൻപ് ധാരാളം പ്രവാചകന്മാർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഇവരിലൂടെ മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ ലോകത്തിന്റെ ഏത് ഏണിലും കോണിലും സമൂഹങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ? ഖുർആനിലെ ആയത്തിൽ പറഞ്ഞു, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു സമൂഹവും കടന്നു പോയിട്ടില്ല അവരിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ആഗതരായിട്ടല്ലാതെ.
വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ നദീറ, എല്ലാ നാടുകളിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് വേറൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാവരും തന്നെ ഫഖദ് കുദ്ദിബ റസൂലുൻ മിൻ ഖബ്ലിക്, കളവാക്കപ്പെട്ടിട്ടുണ്ട്. അധിക പ്രവാചകന്മാരും കളവാക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂനപക്ഷം മാത്രമേ ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരായി ഉണ്ടായിട്ടുള്ളൂ. ലോക ചരിത്രത്തിൽ അങ്ങനെയാണുള്ളത്. എപ്പോഴും ഭൂരിഭാഗം നിഷേധികളായിരുന്നു, തെമ്മാടികളായിരുന്നു. ന്യൂനപക്ഷം മാത്രമാണ് പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ന്യൂനപക്ഷവും വിശ്വസിക്കാത്ത പ്രവാചകന്മാരും കടന്നു പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതകാലത്ത് ആരാണ് ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ചത്? വർഷങ്ങളോളം ആ മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന പുരാതന സംസ്കാരം ഉറങ്ങുന്ന ഈജിപ്തിന്റെ മണ്ണിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദഅവത്ത് നടത്തി. അഗ്നികുണ്ഡമായിരുന്നു ഫലം. ആകെ ഒമാ ആമന മഅഹു, ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സാറാ ബീബിയും സഹോദരപുത്രൻ ലൂത്ത് നബിയും മാത്രമാണ് വിശ്വസിച്ചത്. അന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പ്രവാചകനായിട്ടില്ല. അവസാനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടുന്ന് പലായനം ചെയ്തു. ഇനി ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളോടൊപ്പമാണ് കടന്നു വരിക, അഥവാ പ്രവാചകന്മാരുടെ സന്നിധിയിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കൂട്ടത്തിൽ 10ഓളം പ്രവാചകന്മാരുമായി വരുന്നവരുണ്ട്. എന്നാൽ ഏതാനും ആളുകളുമായി വരുന്ന പ്രവാചകന്മാരുണ്ട്. 2 or 3 അനുയായികളുമായി മാത്രം വരുന്ന പ്രവാചകന്മാരുണ്ട്. ആരും കൂടെ ഇല്ലാതെ ഏകനായി മഹ്ശറയിലേക്ക് കടന്നു വരുന്ന പ്രവാചകനുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ 2 or 4 ദിവസം അല്ലെങ്കിൽ ഏതാനും മാസം ദഅവത്ത് നടത്തിയിട്ടാണ് ഇവർക്ക് ആരെയും കിട്ടാതിരുന്നത് എന്ന് ധരിക്കണ്ട. 950 വർഷക്കാലം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്ത നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവർ ഒരു കപ്പലിൽ കയറി രക്ഷപ്പെടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കപ്പലുകൾ പോലെ ആയിരക്കണക്കിന് പേരെ കയറ്റാവുന്ന കപ്പലൊന്നുമല്ല. മരം കൊണ്ട് ഈ നൂഹ് നബി അലൈഹി ഇസ്ലാം തന്നെ ഉണ്ടാക്കിയ കപ്പലാ. കവിഞ്ഞാൽ ഏതാനും 100ഓളം പേർ മാത്രമേ അതിൽ കയറാൻ സാധിക്കുള്ളൂ. അത്ര പേര് മാത്രമാണ് 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയ അനുയായികൾ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി, അങ്ങേയറ്റത്തെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വിശ്വസിക്കാത്തതിൽ നബിക്ക് അങ്ങേയറ്റത്തെ മനോവ്യസനവും അങ്ങേയറ്റത്തെ പ്രയാസവും ഉണ്ടായിരുന്നു. അത് ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ താങ്കൾ വിഷമിക്കേണ്ടതില്ല. കാരണം ഫഖദ് കുദ്ദിബ റസൂലുൻ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പുത്തരിയല്ല, ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ജാഊ ബിൽ ബയ്യിനാത്തി വസ്സുബരി വൽ കിതാബിൽ മുനീർ, വെറും കൈയോടുകൂടിയല്ല അവർ വന്നത്, മറിച്ച് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ. ഇതൊരിക്കലും ഒരു സാധാരണ മനുഷ്യന് സാധിക്കുകയില്ല. സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്ന് ബോധ്യമുള്ള മുഅ്ജിസത്തുകളുമായാണ് പ്രവാചകന്മാർ വന്നത്. അതുപോലെ തന്നെ വസ്സുബരി വൽ കിതാബിൽ മുനീർ, വ്യക്തമായ വെളിച്ചം കാണിക്കുന്ന വേദഗ്രന്ഥവും ഏടുകളും സങ്കീർത്തനങ്ങളുമായിട്ടാണ് അവർ വന്നത്. ഇതൊന്നും തന്നെ സാധാരണ മനുഷ്യർക്ക് ക്ഷിപ്രസാധ്യമായ കാര്യങ്ങളായിരുന്നില്ല. അതൊക്കെയുമായി വന്നിട്ടും അവരൊക്കെ കളവാക്കപ്പെട്ടു, തള്ളിക്കളയപ്പെട്ടു. ഇവിടെ പലപ്പോഴും മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന സംശയം, പ്രത്യേകിച്ച് ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, പലരും നമ്മളൊക്കെ മുമ്പ് സ്ക്വാഡ് പ്രവർത്തനങ്ങളും
അതുമാതിരി തന്നെ മുസ്ലിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംവാദങ്ങളും ഡയലോഗുകളും സിമ്പോസിയങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ പലപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ്, നമ്മൾ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ട് നമ്മൾ ലഘുലേഖ കൊടുത്തു, നമ്മൾ പുസ്തകം കൊടുത്തു, എല്ലാം ചെയ്തു. പലപ്പോഴും അതൊക്കെ വാങ്ങി വായിക്കും, ചിലർ വായിക്കാൻ തന്നെ കൂട്ടാക്കൂല, ചിലർ പരിപാടി പങ്കെടുക്കും, അതൊക്കെ കേൾക്കും. പക്ഷേ എന്നിട്ടൊന്നും ഇവരെ സ്വീകരിക്കുന്നില്ലല്ലോ എന്ന ചിന്ത. ഇപ്പോൾ ലോക ജനതയിൽ ഭൂരിപക്ഷവും ഇപ്പോഴും സത്യനിഷേധികളാണ്. പരിശുദ്ധ ഖുർആൻ ആവട്ടെ ലോകത്തുടനീളം പല മാർഗത്തിൽ പല രൂപത്തിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധാരാളം മാർഗേണ ഈ സന്മാർഗം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഇപ്പോഴുണ്ട്, മുൻപുള്ളതിനേക്കാൾ കൂടുതൽ. പക്ഷെ എന്നിട്ടും ഇവരൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. അപ്പൊ അത് എന്തോ നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, മുസ്ലിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് പലപ്പോഴും നമ്മൾ മുസ്ലിങ്ങളിൽ പലരും പറയാം. അതല്ലെങ്കിൽ ഈ ദീൻ അള്ളാഹുവിൻ്റെ ദീൻ തന്നെയാണെങ്കിൽ ഇങ്ങനെ ആവാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ദീൻ പരിപൂർണമായി സത്യമാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്, ഒക്കെയാണ്. ഇനി അങ്ങേയറ്റത്തെ യോഗ്യമായ ജീവിതം നയിച്ചിരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഉള്ള കാലത്തും നബിയുടെ സ്വഹാബത്തല്ലേ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാതൃകായോഗ്യരായ സമൂഹം. അവരൊക്കെ ഉള്ള കാലത്ത് തന്നെയാണ്, അവര് ജീവിക്കുന്ന ഈ മദീനയിൽ തന്നെയാണ് ഈ പറയപ്പെടുന്ന ജൂത സമൂഹം ഉണ്ടായിരുന്നത്. സ്വീകരിച്ചിട്ടില്ല, തള്ളിക്കളയാണ് ചെയ്തത്. അപ്പൊ ദീനിന്റെ കുഴപ്പമല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. സത്യവും അസത്യവും നിർമാർഗവും ദുർമാർഗവും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള വിശേഷ ബുദ്ധിയും വിവേകവും ഒക്കെ നൽകി അത് വ്യക്തമാക്കി കൊടുക്കാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. അത് രണ്ടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി. അതോടൊപ്പം ആ സ്വാതന്ത്ര്യം ശരിയായി ഉപയോഗിച്ചുകൊണ്ട് നിർമാർഗം സ്വീകരിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹ ഭവനമായ സ്വർഗം നൽകുമെന്നും അള്ളാഹു തആല തീരുമാനിച്ചു. അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് തെമ്മാടികളായി ജീവിക്കുന്നവർക്ക് അതിൻ്റെ കർമ്മഫലം എന്ന നിലക്ക് നാളെ ശിക്ഷ നൽകുമെന്നും അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സ്വീകരിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അള്ളാഹു തആല അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലും ഒരു വിഭാഗം നരകത്തിലുമായിരിക്കും. അപ്പോൾ നരകത്തിന്റെ വിറകുകളാകുന്ന ഈ ഇന്ധനം അവർ തള്ളിക്കളയും, അവർ സ്വീകരിക്കൂല. അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ അത് അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ വല്ലാതെ കാട് കയറി ചിന്തിച്ച് നമ്മൾ ഇടങ്ങാറാവണ്ട. നബിയോട് തന്നെ അല്ലാഹു തആല പറഞ്ഞത് അതിന്റെ പേരിൽ വ്യസനിക്കേണ്ടതില്ല എന്നാണ്. അപ്പോ ഈ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ വെളിച്ചമുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു, പക്ഷെ സ്വീകരിച്ചില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഈ ആയത്ത് കൂടി വിവരിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു തആല ഈ പറഞ്ഞതിന്റെ ഒരു ഖുലാസ എന്ന നിലക്ക്, പരിസമാപ്തി എന്ന നിലക്ക് പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി അറിയും. ഈ പറഞ്ഞ രണ്ട് രൂപത്തിൽ ജീവിച്ചവരും ഈ രണ്ട് മാർഗത്തിൽ നിലക്കൊണ്ടവരും അല്ലാഹു തആല കൽപ്പിച്ച മാർഗത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് ധനം ചെലവഴിച്ചുകൊണ്ട് ജീവിച്ചവർ, നേരെ അതിന് ഓപ്പോസിറ്റ് അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കപടന്മാരായിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ ജീവിച്ചവർ, രണ്ടു കൂട്ടരും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി അറിയും. ആ മരണമെന്ന കവാടത്തിലൂടെ എല്ലാവർക്കും പ്രവേശിക്കേണ്ടി വരും. എന്നിട്ടോ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഇവിടെ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം, അതിൻ്റെ പ്രതിഫലം, നല്ലതോ ചീത്തയോ ആയ അതിൻ്റെ അനന്തരഫലം നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുന്നതാണ്. തുവഫൗന, പൂർത്തീകരിച്ച് തരുന്നതാണ്, ഒന്നിനൊരു കുറവും വരുത്തൂല. ഫമൻ സുഹ്സിഹ അനിന്നാർ, എന്നിട്ട് ആരെങ്കിലും
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വമ്പിച്ച വിജയം കരസ്ഥമാക്കി കഴിഞ്ഞു. ഇതാണ് കാര്യത്തിൻ്റെ അകക്കാമ്പ്, ക്രീം. നമ്മുടെ ഈ ജീവിതത്തിലൂടെ, നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ നാളെ പാരത്രിക ലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണം. ഇത് നമുക്ക് സാധിച്ചാൽ, ഇത് നേടാൻ നമ്മുടെ ജീവിതം മുഖേന സാധിച്ചാൽ ഫഖദ് ഫാസ്, നാം വിജയം വരിച്ചു. അതായിരിക്കണം നമ്മുടെ പരമമായ ലക്ഷ്യം. പക്ഷേ യാഥാർത്ഥ്യം ഇതായിരിക്കെ, വമൽ ഹയാത്തു ദുനിയ, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന, നമുക്ക് വിഘാതമാകുന്ന പ്രതിബന്ധങ്ങളുടെ കരിമ്പാറ കൂട്ടങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതെന്താണ്? വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ഐഹിക ജീവിത വിഭവങ്ങൾ വഞ്ചനാത്മകമായ ചരക്കുകളാകുന്നു. നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ജീവിതം നമ്മെ വഞ്ചിക്കും. കാരണം നമ്മുടെയൊക്കെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗം നേടുകയും ആകേണ്ടതാണെങ്കിലും നമ്മെ ഈ ഐഹിക ജീവിതം വഞ്ചിച്ചു കളയും. ഒന്ന്, ജീവിത വിജയം എന്നാൽ ധാരാളം സമ്പാദിക്കുകയും അങ്ങനെ നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ഇവിടെ ജീവിക്കുകയുമാണ്. നമ്മുടെ തലമുറകൾക്ക് ഇവിടെ സുഖിച്ച് ജീവിക്കാൻ ആവശ്യമായ അത്ര സമ്പാദിച്ചു കൂട്ടുകയാണ്, നമ്മുടെ ബാങ്ക് ബാലൻസുകൾ കൊഴുപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ജീവിത ലക്ഷ്യം. അതൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലരെയും നാം കാണുന്നു. അവരൊക്കെ നല്ല സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നതായി നാം കാണുന്നു. നാം വഞ്ചിതരാകുന്നു. നാമും ആ മാർഗത്തിലൂടെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് ഐഹിക ജീവിതം വഞ്ചിക്കുന്നത്. അതുപോലെ തന്നെ വേറെ പലരും മനസ്സിലാക്കുന്നത്, ഈ ജീവിതത്തിൽ വിജയം വരിക്കുക എന്നാൽ നല്ല സ്വാധീനവും അധികാരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം കാശൊന്നും സമ്പാദിക്കേണ്ടി വരില്ല. ഇപ്പൊ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാശൊന്നും സമ്പാദിക്കേണ്ടതില്ല, വലിയ കോടീശ്വരനാണ്. പോരാത്തതിന് നമ്മൾ അറബ് രാജാക്കന്മാര് ഇതുവരെ നിർമ്മിക്കപ്പെട്ട വിമാനങ്ങളിൽ ഏറ്റവും വില കൂടിയതൊന്നാണ് നമ്മളെ ഖത്തറിന്റെ അമീർ ചങ്ങാതിക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. ആ സമ്മാനമൊക്കെ വാങ്ങിയിട്ടാണ് ഈ തോന്നിയാസമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പലരും ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബഹുമതിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിലരെ സ്വാധീനിക്കുക, ചിലരെ വഞ്ചനയിൽ അകപ്പെടുത്തുക പണമായിരിക്കില്ല, പണം അവർക്ക് വേണ്ടി വരില്ല, അധികാരമായിരിക്കും. നമ്മുടെ നാട്ടിലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ കോടീശ്വരന്മാരാണ്. ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പിന്നെ സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ അവരുടെ സ്വത്തിന്റെ കണക്കൊക്കെ കൊടുക്കണം, നമ്മൾ കാണുന്നുണ്ട്. മത്സരിക്കുന്നവർ അവരും അധികവും വലിയ പണച്ചാക്കുകളാണ്. അവർക്ക് വേണ്ടത് അധികാരമാണ്. വേറെ ചിലർക്ക് വേണ്ടത് മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ് സ്ത്രീകൾ വലിയൊരു ദൗർബല്യമാണ് പലരെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഐഹിക ജീവിതത്തിലെ മതാഉ ദുനിയ, ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ, അത് മനുഷ്യരെ വഞ്ചനയിൽ അകപ്പെടുത്തും. അങ്ങനെ അതാണ് സർവസ്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നേടാൻ വേണ്ടി അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കും. അങ്ങനെ യഥാർത്ഥത്തിൽ തന്നെ അവർ ലക്ഷ്യമാക്കേണ്ടിയിരുന്ന ലക്ഷ്യമായിരിക്കുകയില്ല അവർക്കുണ്ടാകുക. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അല്ലാഹു തആലയുടെ അജൽ ഗർഭാശയത്തിൽ 4-ാം മാസത്തിൽ രേഖപ്പെടുത്തിയ സമയം എത്തുക.
അതോടുകൂടി മലക്കുൽ മൗത്ത് റൂഹുമായി അങ്ങോട്ട് പോകും. പിന്നീട് ഏറ്റവും വലിയ ഭാഗ്യവാൻ യഥാർത്ഥത്തിൽ തന്നെ ആരാണ്? ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വദ്ഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവർ ഫഖദ് ഫാസ്, വിജയികളാണ്. ആ വിജയികളുടെ കൂട്ടത്തിൽ ഈ ഐഹിക ജീവിതം വഞ്ചിച്ചവരെ, ഐഹിക ജീവിതത്തിലെ എൻജോയ്മെന്റുകൾ വഞ്ചനയിൽ അകപ്പെടുത്തിയവർക്ക് ആ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവും നമ്മുടെ കർമ്മവും നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയും എല്ലാം മുഖേന അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കുകയും അങ്ങനെ നാളെ അങ്ങേയറ്റത്തെ വിജയം കരസ്ഥമാക്കി എന്ന് പറഞ്ഞ നരകവിമുക്തിയും സ്വർഗലബ്ധിയും നമുക്കും നമ്മുടെ മാതാപിതാക്കന്മാർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും എല്ലാം ആ വിജയം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാരോടും നമ്മുടെ പ്രപിതാക്കന്മാരോടും നമ്മുടെ സന്തതി പരമ്പരകളോടുമൊപ്പം അല്ലാഹു തആല നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ, ആ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി 2 ക്ലാസ്സുകളും കൂടിയാണ് നമ്മുടെ മത്സരത്തിന് ഉണ്ടാകുക. ആ 2 ക്ലാസ്സുകളിലൂടെ ഇനി ബാക്കിയുള്ള 15 ആയത്തുകൾ നമ്മൾ വിവരിക്കുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ.